വാർത്തയിലേക്ക് വിശദമായി. IAS തലപ്പത്ത് അഴിച്ചുപണി. KECB ചെയർമാനായിരുന്ന രാജൻ കൊബ്രഗഡയെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. APM മുഹമ്മദ് ഹനീഷ് വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാറി. ബിജു പ്രഭാകറാണ് KECBയുടെ പുതിയ ചെയർമാൻ. BV അരുൺ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ, എന്താണ് ഇപ്പോഴത്തെ ഈ സ്ഥലം മാറ്റങ്ങളുടെ പ്രാധാന്യം? ആർക്കൊക്കെയാണ് മാറ്റമുണ്ടായിട്ടുള്ളത്? 4 പ്രധാനപ്പെട്ട മാറ്റങ്ങളാണ് IAS ഉണ്ടായിട്ടുള്ളത്. രാജൻ ഖോബർഗഡെ ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയായി തിരിച്ചെത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ KK ശൈലജ ആരോഗ്യമന്ത്രിയായിരിക്കുമ്പോൾ ഖോബർഗഡെ ആരോഗ്യവകുപ്പ് സെക്രട്ടറി. അദ്ദേഹം വീണ്ടും KECB ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ തിരികെ ഇവിടേക്ക് എത്തുകയാണ്. ആരോഗ്യവകുപ്പിലേക്ക് വീണ്ടും എത്തുകയാണ്. APM മുഹമ്മദ് ഹനീഷ് ആയിരുന്നു ആരോഗ്യവകുപ്പ് സെക്രട്ടറി. മുഹമ്മദ് ഹനീഷിനെ വ്യവസായ വകുപ്പിലേക്ക് തിരികെ വിട്ടു. അദ്ദേഹം നേരത്തെ വ്യവസായ വകുപ്പ് സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം വീണ്ടും വ്യവസായ വകുപ്പിലേക്ക് പോവുകയാണ്. KECBയുടെ CMD ബിജു പ്രഭാകർ ആയിരുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. അദ്ദേഹം ഗതാഗത വകുപ്പിന്റെ ചുമതലയുള്ള സെക്രട്ടറി കൂടിയാണ്. അധിക ചുമതല അദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട്. KECB CMD ആയിട്ടാണ് അദ്ദേഹത്തിന് പുതിയ നിയമനം നൽകുന്നത്. അവിടെ രാജൻ ഖോബർഗഡെയായിരുന്നു KECBയുടെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ പദവികളിൽ ഉണ്ടായിരുന്നത്. K വാസുകിക്കാണ് തൊഴിൽ വകുപ്പിന്റെ ചുമതലയ്ക്ക് പുറമെ ഇപ്പോൾ പുതിയ ഒരു ചുമതല കൂടി നൽകിയിരിക്കുന്നത്. K വാസുകി നിലവിൽ തൊഴിൽ വകുപ്പിന്റെ സെക്രട്ടറിയാണ്. അവരെ നോർക്ക സെക്രട്ടറിയായാണ് ഇപ്പോൾ പുതിയ ചുമതല നൽകിയിരിക്കുന്നത്. ശരി, BV അരുണാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.